സവാള LDF ലക്ഷ്യമിടുന്നത് 110 സീറ്റുകളോടെയുള്ള വലിയ വിജയം എന്നാണ് മനസ്സിലാക്കുന്നത്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ആ വിജയത്തിലേക്കുള്ള ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? സർക്കാരിന്റെ വികസന നേട്ടമാണെങ്കിൽ എന്നെ കാണിക്കാനുള്ള പതിവ് നാടകമൊന്നും വേണ്ട. ഇപ്പോൾ ഈ AK ബാലനെ പോലുള്ളവർ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വിഷയങ്ങൾ എടുത്തിടുകയും മാറാട് കലാപം ഓർമ്മിപ്പിക്കുകയും മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? അങ്ങ് വാർത്താ അവതരണം നടത്തിക്കൊണ്ട് പറഞ്ഞ പല വാചകങ്ങളോടും കണക്കറ്റ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. അപരമത വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് അങ്ങ് പരോക്ഷമായി പറയാൻ ശ്രമിച്ചു. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ആ പറയാൻ ശ്രമിച്ചത് അങ്ങേക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി സഖാവ് AK ബാലൻ ഇവരൊക്കെ നടത്തിയ പ്രസ്താവനകളോടുള്ള അങ്ങയുടെ പ്രതികരണമായിരിക്കാം. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലുള്ള തന്റെ അറിവ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സവിശേഷകരമായ മതവിശ്വാസത്തെ അല്ല വിമർശിക്കുന്നത്. എന്താ മനസ്സിലായില്ലല്ലേ? നീ ഒന്ന് തെളിച്ചു പറ. മതഭ്രാന്തിനെ വിമർശിക്കുമ്പോൾ പല മതഭ്രാന്തന്മാരും ഉയർത്തിക്കാട്ടാറുള്ളത് വിമർശനം ഉന്നയിക്കപ്പെടുന്നത് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭ്രാന്തമായ ആശയത്തിനാണെങ്കിലും തങ്ങളുടെ മതത്തെ വിമർശിക്കുന്നു എന്ന പച്ചക്കള്ളമാണ് പല വർഗീയവാദികളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ ആവട്ടെ, RSSനെ ആവട്ടെ, കാസയെ ആവട്ടെ, നമ്മുടെ നാട്ടിൽ മതത്തെ ഉപയോഗിച്ച് വർഗീയതയും മതഭ്രാന്തും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചെറുതും വലുതുമായ സംഘങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ച പേരുകൾ ഓരോന്നും. അവരെ വിമർശിക്കുമ്പോൾ വർഗീയതയാണ്, മതഭ്രാന്തിനെയാണ് വിമർശിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാണ്? ആ മതഭ്രാന്തിനെ വിമർശിക്കുന്ന ഘട്ടത്തിൽ അത് മതത്തെയാണ് എന്ന നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ വർഗീയ ഭ്രാന്തന്മാരാണ്. ആ പ്രചരണത്തിന്റെ പ്രചാരകരായി മതനിരപേക്ഷവാദിയായ ഒരു മലയാളിയും ഒരു മനുഷ്യനും മാറാൻ പാടില്ല എന്നുള്ളതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അത് ശരി. ഞാൻ വെറും മണ്ണുണ്ണി കിഴങ്ങേശ്വരനാണെന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ? കേരളത്തിന്റെ മതനിരപേക്ഷമായ ചട്ടക്കൂട് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ സാന്ദ്രതകളിലെ ഒന്നാണ്. അതിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഘങ്ങളാണ് ഇപ്പൊ വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ സംഘടനകൾ ഓരോന്നും. എന്നിട്ട് ബഹുമാനിയനായ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് കനകൂലുമാരൊന്നുമില്ല, ഞങ്ങളുടെ കനകൂലു ജനങ്ങളാണ്. നീ എന്താ ഉദ്ദേശിച്ചത്? അതായത് കഴിഞ്ഞ 9.5 ആണ്ടോളം കാലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം അത് വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളെ നയിക്കുന്നത്. 10 വർഷങ്ങൾക്ക് പുറകിൽ 2016 പുറകിൽ UDFന്റെ ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭാ കാലയളവിലെ കേരളം എന്ത് 2026 നിയമസഭയിലേക്ക് നടന്നു നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ കേരളം പർവ്വത സമാനമായ എത്രയെത്ര മേഖലകളുടെ നേട്ടങ്ങൾ, ഇതൊക്കെ കേട്ടിട്ട് വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ, അത്ഭുതാവഹമായ മുന്നേറ്റങ്ങൾ ഈ ട്രാക്ക് റെക്കോർഡെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞങ്ങൾ മിഷൻ 110 എന്ന സ്വപ്നതുല്യമായ പ്രഖ്യാപനത്തിലേക്ക് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക, മാറാട് കലാപം പോലുള്ളവ ആവർത്തിക്കപ്പെടും. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സംഘടനയുടെ നിലപാടിനെ എന്ന് പറഞ്ഞാൽ താങ്കളുടെ വാക്കുകളിൽ പറഞ്ഞാൽ മതവിദ്വേഷം പുലർത്തുന്ന, അപരമതദ്വേഷം പുലർത്തുന്ന സംഘടനയല്ല വിമർശിച്ചത്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക, മാറാട് കലാപം പോലുള്ളവ ഉണ്ടാകും എന്നുള്ള AK ബാലന്റെ നിലപാട് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ് എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്? എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട്. ബഹുമാനിയനായ AK ബാലന്റെ പ്രസ്താവനയുടെ ചരിത്ര യാഥാർത്ഥ്യം എന്താണ്? നമ്മളുടെ കേരളത്തിൽ അപൂർവമെങ്കിലും ഇത്തരം വർഗീയ കലാപങ്ങളുടെ ശ്രമങ്ങൾ, കലാപങ്ങൾ 1, 2, 3 തവണ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? ഏതു സമയത്തും കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവങ്ങളും അത്യപൂർവമായി ഉണ്ടായിട്ടുള്ള ഏത് വർഗീയ കലാപത്തിന്റെ ഈ നാൾ വഴി നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അവിടെ ആ വർഗീയ ശക്തികൾക്ക് മുമ്പിൽ മുട്ടിലിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ശിരസ് കുലിച്ച് നട്ടല് വളച്ചു നിന്നിരുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഗവൺമെന്റുകളുടെ കാലയളവിലായിരുന്നു കേരളത്തിൽ എപ്പോഴും വർഗീയ കലാപം ഉണ്ടായിട്ടുള്ളത്. ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല. ആർക്കൈവുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന മറ്റൊന്നുകൂടി ഉണ്ട് CJ. അവിടെയാണ് പ്രശ്നം. താങ്കളും മുഖ്യമന്ത്രിയും ഒക്കെ സൂചിപ്പിക്കുന്ന മാറാട് കലാപവും ജമാഅത്തെ ഇസ്ലാമിയും 1ഉം 2ഉം മാറാട് കലാപങ്ങൾ നടക്കുമ്പോൾ CPMന് പിന്തുണ നൽകിയിരുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതും ആർക്കൈവുകൾ പറയുന്നുണ്ട്.
അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? ഈ വിഷയത്തിൽ നമ്മൾ ദീർഘകാലയളവ് ഇതിനെ സംബന്ധിച്ച് സംവദിച്ചിട്ടുള്ളതാണ്. ചൂടേറി എത്രയോ തവണ ചർച്ചകൾക്ക് നമ്മൾ തയ്യാറായിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും അതിന്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. ഒരു വാദത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷവും തമ്മിൽ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടായിരുന്നോ? ഇനി ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായതിനെ സംബന്ധിച്ച് സാധാരണ ഇത്തരം ചർച്ചകളിൽ UDFന്റെ പ്രതിനിധികൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇത്യാദി കാര്യങ്ങളാണ്. അതിനൊന്നും ഇല്ലേ? ഏത് സമയത്തും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കൊള്ളൂ, ജമാഅത്തെ ഇസ്ലാമി ലക്ഷണമൊത്ത മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന നിലപാടിൽ നിന്ന് CPIM ഇടതുപക്ഷം പൊതുവിൽ CPIM വിശേഷിച്ച് ഒരു ഘട്ടത്തിൽ പോലും പിന്നോക്കം പോയിരുന്നില്ല. ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ മണ്ടനല്ല ഞാൻ. അതൊക്കെ അങ്ങേർക്കും അറിയാം, എന്തെങ്കിലും പറയണ്ടേ? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ധാരണയെ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അവരുടെ നിർദ്ദേശത്തെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെയും അതേ എഡിറ്റോറിയലിന്റെ ആമുഖവാചകങ്ങൾ എന്ന് പറയുന്നത് ഈ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘമാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല, ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ പിന്നോക്കം പോയിട്ടില്ല. അതാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ സമീപനം. 2006 തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിക്കൊണ്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞ വാക്ക്, മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റ് ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDP പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് എന്നാണ് എക്കാലവും നിങ്ങളുടെ നിലപാട് എന്നുള്ളത് തെറ്റാണ്. പിണറായി വിജയന്റെ നിലപാട് പോലും അതുമായിരുന്നില്ല. ഒക്കെ തുറന്നു പറഞ്ഞു കൊടുത്താണ് കൃഷ്ണ. ജമാഅത്തെ ഇസ്ലാമി പോലും കൈവിടുക എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ ഉറ്റ സുഹൃത്തായിരിക്കുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനയാണ്. അവർക്ക് ദേശീയ സാർവദേശീയ നിലപാടുകൾ അടക്കമുണ്ട്. അങ്ങനെ ഇല്ലാതെയുള്ളൊരു കൂട്ടരായിട്ട് അവരെ വളരെ ചുരുക്കി കാണരുത്. ചുരുക്കി കണ്ടോ എന്നുള്ളൊരു സംശയം, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരു ആവേശപ്പുറത്ത് അങ്ങനെ പറഞ്ഞല്ലാതെ നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ദേശീയ സാർവദേശീയ നിലപാടുകളുള്ള വ്യക്തമായ ഒരു പ്രസ്ഥാനമാണ്, അവരെ ചുരുക്കി കാണരുത് എന്ന് പറഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ്. ആ കാര്യം ഞാൻ ശ്രീ ജെ.സി. തോമസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ശ്രീ രാജു പി നായർ, UDF വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമി ആകും എന്നുള്ള മുഖ്യമന്ത്രിയാവട്ടെ കേരളത്തിലെ ഇടതുപക്ഷമാവട്ടെ വ്യത്യസ്തമായി പറഞ്ഞോളൂ ജയ്ക്ക്. പറഞ്ഞു സങ്കടം വരുന്നുണ്ടോ? അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇതിനെ സംബന്ധിച്ചുള്ള ഏതു ഘട്ടത്തിലും ഇത്തരം രാഷ്ട്രീയമായ പിന്തുണ ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമി വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏതു ഘട്ടത്തിലും ഇത് ജമാഅത്തെ ഇസ്ലാമിയെ പിണറായി വിജയൻ പിന്തുണയ്ക്കുന്നതാണ് കേട്ടത്. പിണറായി വിജയനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നതല്ല നമ്മളിപ്പോൾ കേട്ടത്. ജയിക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലോകങ്ങളെ കുറിച്ച്, രാജ്യത്തിന്റെ പുറകാലം നടക്കുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ച് ജയിക്ക് പഠിച്ച്. ജയിക്ക്, നിങ്ങളുടെ പാർട്ടി ഇവിടെ ഭരിക്കുന്നില്ലേ? 10 കൊല്ലമായി ഭരിച്ചില്ലേ? 1 ലിറ്റർ പാലിനെന്താ വില അറിയോ? എന്നെ അങ്ങനെ മണ്ടനാക്കല്ലേ. സാധാരണക്കാരന്റെ 4 അരി മേടിക്കാൻ എത്ര രൂപ കിട്ടുന്ന അറിയോ? ഒരു നേരത്തെ പണിക്ക് പോയാൽ എത്ര കിലോ അരി മേടിക്കാൻ സാധിക്കുമെന്ന് ജയിക്കാൻ അറിയാൻ പറ്റുമോ? കാലത്ത് ഓടിച്ചിട്ട് കൊല്ലുക, തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, ബോംബെറിഞ്ഞു കൊല്ലുക. അങ്ങനെ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയിട്ട് അവിടെ വെട്ടിക്കൊല്ലുക, അവിടെ കല്ലെടുത്ത് എറിയുക. ഇതല്ലേ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പോഷക അഭിയാന്റെ രീതിയിലല്ലേ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടല്ലേ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ സാധിച്ചേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നിങ്ങളുടെ വനം വകുപ്പ് കൃത്യമായിട്ട് PSCയുടെ കാര്യം നടത്തുന്നത് ആരാണ്? PSC മെമ്പർമാർക്ക് കാശ് കൂട്ടിക്കൊടുത്ത നിങ്ങൾക്ക് നിങ്ങളുടെ വനം വകുപ്പല്ലേ യഥാർത്ഥ PSC? നിങ്ങളുടെ വന്യമൃഗങ്ങളല്ലേ യഥാർത്ഥ PSC? നിങ്ങൾ ഭരിക്കുമ്പോ കാട്ടുപോത്ത്, ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ ഇവരൊക്കെയല്ലേ ഇവിടുത്തെ വരിക? അവർ വരിക, കൊല്ലുക, എന്നിട്ട് ഇവര് പോയിട്ട് 10 ലക്ഷം റുപ്യ കൊടുക്കുക, ജോലി കൊടുക്കുക. അവരല്ലേ ജോലി കൊടുത്തോണ്ടിരിക്കുന്നത്? ഇത് വലിയ പുലിവാലായല്ലോ എന്റെ ഈശ്വര. ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു സർക്കാരും. കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. സർക്കാർ പരാജയപ്പെടുമ്പോൾ ചോദ്യം ചെയ്ത് അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷവും ജാതി മത വർഗ സംഘടനകളെ കഴുത്തിലും കാട്ടിലും ഒക്കത്തും വെച്ച് കെട്ടിയിട്ട് ഇവർ പറയാണ് ഞങ്ങൾ 100ലേക്കും 110ലേക്കും കയറാമെന്ന്. തീരുമാനമായല്ലോ. Bing bing boo.